ഹായ് ഒരുവൺ, നമ്മളിത് ചിന്തിക്കുന്നത് ജെനസിസ് ചാപ്റ്റർ 25 ആണ്, 25 അധ്യായം. അവിടെ അബ്രഹാമിൻ്റെ മരണവും അതുപോലെ ഇസ്ഹാക്കിലൂടെ യാക്കോബും ഏശാവും ജനിക്കുന്നതിനെ പറ്റിയൊക്കെ നമുക്ക് കാണാനിടയാവും. നമ്മൾ അബ്രഹാമിൻ്റെ ജീവിതം നോക്കുമ്പോൾ അബ്രഹാം വളരെയധികം വാർദ്ധക്യത്തിലായി താൻ മരിക്കുന്ന ആ ഒരു ഭാഗമാണ് നമ്മൾ ആദ്യം കാണുന്നത്. അവിടെ തനിക്ക് തൻ്റെ ജീവിതകാലം മുഴുവനായിട്ട് തനിക്ക് 8 മക്കളുണ്ടാകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. താൻ രണ്ടാമത് വിവാഹം കഴിക്കുകയും അതിലൂടെ 6 മക്കളും അതുപോലെ തന്നെ തനിക്കുണ്ടായിരുന്ന മക്കളായിരുന്ന ഐസക്കും അതുപോലെ ഇസ്മായിലും, അങ്ങനെ 8 മക്കൾ തനിക്ക് ഉണ്ടാകാനായിട്ടിടയിൽ തീർന്നു. അതിൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരം വന്നത്, അല്ലെങ്കിൽ ദൈവം ആഗ്രഹിച്ചത് ഇസ്ഹാക്കിലൂടെ പുതിയ ജനതകളെ കൊണ്ടുവരുവാനായിട്ടായിരുന്നു. അങ്ങനെ ഇസ്ഹാക്കിനെ ദൈവം ബ്ലസ് ചെയ്തു, ദൈവം അനുഗ്രഹിച്ചു. അബ്രഹാമിനോട് ഉദ്ദേശിച്ച കാര്യം കണ്ടിന്യൂ ചെയ്യാനായിട്ട് ദൈവം ഇസ്ഹാക്കിനെ ഉപയോഗിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇസ്മായിലിൻ്റെ കാര്യം നോക്കുമ്പോൾ ഇസ്മായിലിനെ ദൈവം അനുഗ്രഹിച്ചു. പക്ഷേ അത് ദൈവഹിതപ്രകാരമല്ല എങ്കിൽ കൂടെ, ഇസ്മായിൽ ഉണ്ടായ ദൈവഹിതപ്രകാരം അല്ലെങ്കിൽ കൂടെ ഇസ്മായിൽ അബ്രഹാമിൻ്റെ മകനായതുകൊണ്ട് തന്നെയും ദൈവം അനുഗ്രഹിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം അതിൽ നിന്ന് പ്രിൻസസ് കുറേ പേര് വന്നതായിട്ട്, പ്രിൻസസ് ആ ഒരു കുടുംബത്തിൽ നിന്ന്, ആ ഒരു വംശത്തിൽ നിന്ന് വരുന്നതായിട്ട് നമ്മളത് പിന്നീട് കാണുന്നുണ്ട്. അപ്പോൾ ഇസ്മായിലിനെയും ദൈവം അനുഗ്രഹിച്ചു. അതുപോലെ ഇസ്ഹാക്കായിരുന്നു ദൈവഹിതപ്രകാരം വന്ന മകൻ. ആ ഇസ്ഹാക്കിലൂടെ പിന്നെ 2 മക്കളെ ലഭിക്കാനായിട്ട് അവിടെ ഇടയായി തീർന്നു. ആ ഇസ്ഹാക്കിനും തൻ്റെ അപ്പനെ പോലെ തന്നെ തനിക്ക് സന്തതി ലഭിക്കാണ്ട് തനിക്ക് കാത്തിരിക്കേണ്ടി വന്നു. തനിക്ക് ഒരു 15-20 വർഷത്തോളം തനിക്കും കാത്തിരിക്കേണ്ടി വന്നു തനിക്കൊരു മകൻ ഉണ്ടാകുവാനായിട്ട്. അതുപോലെ അപ്പൻ ചെയ്തതുപോലെ തന്നെ താനും അവിടെ കാത്തിരിക്കുന്ന ഒരവസ്ഥ അവിടെ ഉണ്ടാകുവാനിടയായി തീർന്നു. അങ്ങനെ തനിക്ക് 2 ആൺമക്കൾ ഉണ്ടാകാനിടയിൽ തീർന്ന് ഈ ജേക്കബും ഈശാവും. അതിൽ ദൈവം പറഞ്ഞ കാര്യമായിരുന്നു, ജേക്കബ് ഈശാവിൻ്റെ മേൽ ഭരിക്കുമെന്നുള്ളൊരു കാര്യം. അത് ഇളയവൻ മൂത്തവനെ ഭരിക്കുമെന്നുള്ളൊരു കാര്യം അവിടെ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് നമ്മൾ പിന്നീട് നോക്കുമ്പോഴും കാണുവാൻ സാധിക്കുന്നത്. ദൈവം പ്രത്യേകിച്ച് എന്തെങ്കിലും നോക്കിയിട്ടല്ല ജേക്കബിനെ തിരഞ്ഞെടുത്തത്. അത് ദൈവത്തിൻ്റെ ഒരു തീരുമാനം അതായിരുന്നു. ദൈവം അതുപോലെ തന്നെ അവിടെ നിറവേറുകയായിരുന്നു ചെയ്തത്. നമ്മൾ നോക്കുമ്പോൾ ഒരു പക്ഷേ ഈശാവിനായിരിക്കും കുറച്ചുകൂടെ നല്ല ക്വാളിറ്റിയൊക്കെ ഉള്ളത്. പക്ഷേ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ, കാരണം ജേക്കബിൻ്റെ കാര്യം നോക്കുമ്പോൾ ജേക്കബ് സൂത്രശാലിയായിരുന്നു എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എങ്കിലും കൂടെ ദൈവം ജേക്കബിനെയാണ് തിരഞ്ഞെടുത്തത്. ദൈവത്തിൻ്റെ ഹിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ജേക്കബിനെ ദൈവം തിരഞ്ഞെടുത്തു. ആ ജേക്കബിൻ്റെ ജീവിതം നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും എന്ത് നല്ലൊരു, തനിക്ക് കുറച്ച് അബദ്ധങ്ങളും ഒക്കെയും തനിക്ക് പറ്റി. താൻ പലരെയും താൻ വഞ്ചിക്കപ്പെടുകയും ഒക്കെ സംഭവിക്കാനിടയായി തീർന്നു. എങ്കിൽ കൂടെ ദൈവം തന്നെ അനുഗ്രഹിച്ച് തൻ്റെ പേര് മാറ്റി തന്നെ ഇസ്രായേൽ എന്നുള്ള പേരാക്കുകയൊക്കെ ചെയ്തു. കാരണം ദൈവത്തിൻ്റെ ഹിതം ജേക്കബിൻ്റെ ജീവിതത്തിൽ സംഭവിക്കാനിടയായി തീർന്നു. ഇവിടെ അത് തന്നെയാണ് സംഭവിക്കുന്നത്. ദൈവം പറഞ്ഞതായിരുന്നു, ഇളയവൻ മൂത്തവനെ ഭരിക്കും, അല്ലെങ്കിൽ മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്നുള്ളൊരു കാര്യം ദൈവം പറഞ്ഞതായിരുന്നു. അതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. കാരണം ഏശാവ് നല്ലൊരു വേട്ടക്കാരനായിരുന്നു, പക്ഷേ ജേക്കബാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു വ്യക്തിയുമായിരുന്നു. അങ്ങനെ ഏശാവ് വേട്ട കഴിഞ്ഞ് വിശന്ന് വന്നപ്പോൾ ആ സമയത്ത് ജേക്കബ് അവിടെ പായസം ഉണ്ടാകുകയായിരുന്നു. അപ്പോൾ ജേക്കബിന് പായസം ചോദിക്കുമ്പോൾ ഈശാന്റെ ജന്മാവകാശം താൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ തനിക്ക് ആ സമയത്ത് ഈശാന്റെ ആ ജന്മാവകാശത്തെക്കാളും താൻ വലിയതായിട്ട് ആ സമയത്ത് കണ്ടത് ആ ഒരു പായസമായതുകൊണ്ട് താൻ ആ ജന്മാവകാശം കൊടുത്തിട്ട് താൻ ആ പായസം താനത് കഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജന്മാവകാശം എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിലെ കുടുംബത്തിലെ തലവൻ എന്നുള്ള അർത്ഥം വരും. അതുപോലെ തന്നെ സ്വത്ത് പോലും മറ്റു മക്കളെ സംബന്ധിച്ച് ഇരട്ടി സ്വത്തുകളൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ വലിയൊരു സ്ഥാനമാണ്, വലിയ പദവിയാണ്, അല്ലെങ്കിൽ വലിയൊരു കാര്യമാണ് ജന്മാവകാശം നൽകുന്നത്. പക്ഷേ ഈ ജന്മാവകാശം കൂടെ ഏശാവ് ആ സമയത്തെ ഉള്ള വിശപ്പിന് വേണ്ടി അതൊന്ന് തള്ളിക്കളയാനും ചെയ്തു.
അത് നമ്മളത് കാണുന്നു. തനിക്ക് ആ വാല്യൂ മനസ്സിലായില്ല. പക്ഷേ ഈ വാല്യൂ ജേക്കബ് മനസ്സിലായി. അതുകൊണ്ടാണ് ജേക്കബ് ആ ഒരു കാര്യം അവിടെ ചെയ്തത്. പിന്നെ നമ്മൾ കാണുമ്പോൾ പിന്നെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും ജേക്കബിനെ ദൈവം ഓരോ രീതിയിൽ നടത്തുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, എപ്പോഴും നമ്മൾ ദൈവഹിതപ്രകാരം മാത്രമേ മുമ്പോട്ട് പോകാവൂ. കാരണം നമ്മൾക്ക് പല പ്ലാൻസ് വരാം, നമ്മൾ പല കാര്യങ്ങൾ വരാം. എങ്കിൽ കൂടെ ദൈവഹിതം മാത്രം നടക്കാൻ മാത്രമേ നമ്മൾ ഇടയാക്കാവൂ. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അവിടെ ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. എപ്പോഴും ദൈവത്തിൻ്റെ പ്ലാനാണ് ഏറ്റവും നല്ല പ്ലാൻ എന്ന് നമുക്ക് ഓർത്തുകൊണ്ട് നമുക്ക് ഇരിക്കാം. ദൈവം നമ്മളെ അതിനായിട്ട് സഹായിക്കട്ടെ.